ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം എവിടെ ഇരുന്ന് ചെയ്താലും നിങ്ങളെ ധനവും സമ്പത്തും ഇങ്ങോട്ട് തേടി വരും. നിങ്ങൾ എവിടെ ഇരുന്നാലും അങ്ങോട്ട് ധനവും സമ്പത്തും നിങ്ങളിലേക്ക് വരും. ഇത് എവിടെ ഇരുന്ന് ചെയ്താലും നിങ്ങൾക്ക് ധനവും സമ്പത്തും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു വിദ്യയാണെന്ന് പറയാൻ പോകുന്നത്. പിന്നെ ചില നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അവസാനമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഏതായാലും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും, ഒരു സംശയവും വേണ്ട. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന ഈ വിദ്യ എവിടെ ഇരുന്നുകൊണ്ട് ഈ വിദ്യ ചെയ്താലും അവിടെ നിങ്ങളെ പണം തേടിയെത്തും, അല്ലെ ധനം തേടിയെത്തും, നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തേടിയെത്തുന്ന അത്ഭുതകരമായ രഹസ്യ ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇതാരും ഒരിക്കലും നിങ്ങൾക്ക് ഇന്നേ വരെ പറഞ്ഞു തരാത്ത കാര്യമാണ്. ഇത് ഒരിക്കലും ആരും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അത്ര. എന്നാൽ ഇത് അറിഞ്ഞവർക്ക് എല്ലാം വശമായി തീരുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ സ്വയം അനുഭവിക്കുക. അത്ര രഹസ്യമായ ശിവവിദ്യയാണ്, വളരെ ലളിതമാണ്. പക്ഷേ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹം വേണം. നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്, നിങ്ങൾക്കതിന് അർഹതയുള്ളവരാണ്, അത്ര തന്നെ. അപ്പോൾ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം, വീഡിയോ മുഴുവൻ. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിലെ താഴികക്കുടത്തെ നോക്കി ചെയ്യേണ്ട ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തരും. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഞാൻ ആദ്യമേ മുഴുവൻ കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉറപ്പായിട്ടും ഇതൊക്കെ പ്രയോജനം ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ എല്ലാ കാര്യവും മനസ്സിലാക്കിയെടുക്കുക, എല്ലാ വിദ്യകളും ഗ്രഹിച്ചെടുക്കുക, മനസ്സിലാക്കിയെടുക്കുക, പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം മുഴുവൻ കാണണമെന്ന് ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് അല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും, എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ ചെയ്യേണ്ട നല്ല പ്രാർത്ഥനകളും ചൊല്ലേണ്ട മന്ത്രങ്ങളും ശരനൂൽ വിദ്യ, അങ്ങനെയുള്ള ചില രഹസ്യ നല്ല ശിവവിദ്യകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഭദ്രകാളിയുടെ ചില രഹസ്യ നല്ല വിദ്യകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. നല്ല കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ എനിക്കെപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും, ഞാൻ ഫ്രീ ആകാറില്ല. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോഴേ റിപ്ലൈ ചെയ്യത്തുള്ളൂ. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് പേരുടെ റിപ്ലൈ ചെയ്യും. അവർക്ക് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. നേരി വന്നാൽ നോക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വാട്സപ്പിൽ അതുപോലെ വർക്ക് കിടപ്പുണ്ട്. അതുകൊണ്ടാണ്. സാഹചര്യം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യരുത്. കാരണം ഞാനൊരു ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. എന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനപ്പുറം ചെയ്യരുത്. അത് ഗുരുത്വം കളയരുത്. പിന്നെ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അവസരം കൊടുക്കും. അല്ലാതെ ഞാൻ പറയാതെ വരരുത് കേട്ടോ. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം കാരണം നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിലെ തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്, അല്ല മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ വിശദമായി പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇന്ന് ചിങ്ങപ്പുലരിയാണ്, അല്ലേ? ചിങ്ങം ഒന്നാണ്, പൊന്നിൻ ചിങ്ങമാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ ഈ പുതുവത്സര പിറവിയിൽ മലയാളം ചിങ്ങമാണല്ലോ പുതിയ വർഷം തുടങ്ങുന്നത് മലയാള മാസം അനുസരിച്ച്. എല്ലാവർക്കും നന്മ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, സമ്പത്തും ഐശ്വര്യവും ആ ഈശ്വരൻ്റെ, അനശ്വരനായ ആ ഈശ്വരൻ്റെ കൃപയും ഓരോ ദിവസവും ഓരോ നിമിഷവും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആ പരമേശ്വര ഭഗവാനെ അവിടുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കുടെയും നല്ല ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വിദ്യ പറഞ്ഞു തരാം. ഇത് യോഗീശ്വരന്മാർ, മഹർഷിമാർ, ശൈവസിദ്ധന്മാർ, അങ്ങനെ ഉള്ളവരൊക്കെ ചെയ്തിട്ടുള്ളൊരു വിദ്യയാണ്. ഇത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്നതാണ്. ഈ വിദ്യ ചെയ്യുന്നവർക്ക്
അപ്പോൾ ഇരിക്കുന്നിടത്തേക്ക് ധനം, സമ്പത്ത്, ഐശ്വര്യം എല്ലാം വന്നു ചേരുമെന്നുള്ളതാണ് എവിടെ ഇരുന്നാലും. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. കാരണം ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ശനിയാഴ്ചയാണ് അല്ലേ, ചിങ്ങം 1 ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. ഇന്നലെ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇന്നലെ എന്നെ കാണാൻ കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ വന്നു. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഞാൻ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് കാണുന്നത്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഭദ്രകാളിയമ്മയെ തൊഴാൻ പോകും. അവിടെ വെച്ചാണ് കാണുന്നത്, പുത്തൻകാവ് അമ്പലത്തിൽ വെച്ച്. അപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒരു ജ്യോതിഷനാണ്, പണിക്കരാണ്, പ്രായമുള്ള ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ആദ്യം അവിടെ കൗണ്ടറിൽ ചെന്ന് വഴിപാടിൻ്റെ എസ് എടുത്തപ്പോഴേ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളെ അന്വേഷിച്ച് കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ചില വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ജ്യോതിഷനാണ്, നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്, കാരണം പ്രായമുണ്ട്, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ആധാരം കാണാതെ പോയ അത് കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുത്തൻകാവിലമ്മയ്ക്ക് 6 നാഴി പായസം നേർന്നു. അത് 2 പേരുടെ അനുഭവം, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത 2 പേരുടെ അനുഭവം വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അദ്ദേഹം ആ വീഡിയോ കണ്ടായിരുന്നു. കാരണം അദ്ദേഹം ജ്യോതിഷനാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയ ഒരാൾക്ക് ആധാരം കാണാതെ പോയപ്പോൾ അദ്ദേഹം ഈ വിദ്യ പറഞ്ഞു കൊടുത്തു. അവർക്ക് ആധാരം കിട്ടി. അപ്പോൾ അതിനുവേണ്ടി വഴിപാട് ചെയ്യാൻ അദ്ദേഹം വന്നതാണ്. അപ്പോൾ അത് ഞാൻ തന്നെ എൻ്റെ നാവിൽ നിന്ന് വീഡിയോയിൽ നിന്ന് പോയ ഒരു അറിവാണ്, ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്നെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തെ കണ്ടു. എനിക്ക് വളരെ സന്തോഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. നല്ലൊരു ഉപാസകനാണ്, നല്ലൊരു വ്യക്തിയാണ്. ഒരു പണിക്ക് സമുദായത്തിൽപ്പെട്ടാണ് അദ്ദേഹം. ശരിക്കും ഒരു ജ്യോതിഷവും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ അത് ഞാൻ ആ പറഞ്ഞ വഴിപാട് അദ്ദേഹം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആധാരം കിട്ടി. വലിയ സന്തോഷം. കാരണം ഒരു ആധാരമൊക്കെ കാണാതെ പോയിട്ടത് കുറേ മാസങ്ങളായിട്ട് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് അത് ഞാൻ പറഞ്ഞു കൊടുത്ത 2 പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അല്ലാതെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ പറഞ്ഞു. അത് കേട്ടാണ് ഇദ്ദേഹം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് അനുഭവമായി പുത്തൻകാവിലമ്മയുടെ. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷം അദ്ദേഹത്തുമായിട്ട് കണ്ടതിൽ. അത് ഈശ്വരനും പരമേശ്വരനും ഒക്കെ നന്ദി പറയുന്നു. എനിക്ക് വലിയൊരു സന്തോഷം. അത്ര അനുഭവങ്ങൾ അതിനൊരു കാരണക്കാരൻ ഞാനിവിടെ ആണെന്ന് അറിഞ്ഞതിൽ ഭഗവാന് നന്ദി രേഖപ്പെടുത്തുന്നത്. എല്ലാം ഭഗവാന്റെ അറിവുകളാണ്. പിന്നെ ഈ വെള്ളിയാഴ്ച തന്നെ പുത്തൻകാവ് അമ്പലത്തിൽ വെച്ച് മറ്റൊരാളെയും കണ്ടു. അവർ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നതാണ്. അവരും എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അവർക്ക് 50,000 രൂപ ചിലവ് വരുന്ന ഒരു കാര്യം പുത്തൻകാവിലമ്മയ്ക്ക് ഈ 6 നാഴി പായസം നേർന്ന് 1 രൂപ ചിലവില്ലാതെ നടന്നു കിട്ടി. അതിൻ്റെ ഒരു സന്തോഷം അവർക്ക്. അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അതിലും വലിയ സന്തോഷം. ഞാൻ ഇവർ 2 പേരോടും 2 കൂട്ടരോടും ഒരു കാര്യം പറഞ്ഞു, അമ്മയാണ് നിങ്ങളുടെ കാര്യം നടത്തി തന്നത്. ഞാനൊരു വഴി പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങൾ അമ്മയോട് നന്ദിയും കൂടെ പറഞ്ഞേക്കണം. ആ വഴിപാട് ചെയ്യാൻ വേണ്ടി അവർ വന്നതാണ്. ചെയ്തിട്ട് അമ്മയോട് നന്ദിയും കൂടെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവരുടെ ചില കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു കൊടുത്തു. അവർ പോയി. അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും വലിയ സന്തോഷം. അപ്പം നമ്മൾ ഏത് കാര്യം ഭദ്രകാളിയമ്മ വിചാരിച്ചാൽ നടക്കും. ഞാനിനി വിഷയത്തിലേക്ക് വരാം. അതൊരു സന്തോഷം ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം എനിക്ക് വലിയ സന്തോഷം തോന്നി. അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾ, വലിയ അനുഗ്രഹങ്ങൾ, അപ്പോൾ അതിന് ഞാനും ഒരു കാരണക്കാരനാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ആ പരമേശ്വരന് നന്ദി പറയുകയാണ്. അവിടുത്തെ മഹത്വമാണ്, എൻ്റെ കഴിവല്ല. ഇത്തരം നല്ല കാര്യങ്ങൾ, അതുപോലെ ഞാനീ പറയുന്ന ഏതൊരു കാര്യവും ഏതൊരാളുടെ ജീവിതം മാറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളതെല്ലാം മനസ്സിലാക്കി എഴുതി വെച്ചോണം. നിങ്ങൾക്ക് അത് മാത്രം ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനുള്ള പരിഹാരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി ഞാൻ പറയാൻ പോകുന്ന വിദ്യ ആരും ഒരിക്കലും പറഞ്ഞു തരാത്തൊരു വിദ്യ. ഇത് വളരെ രഹസ്യമായി സിദ്ധന്മാരും ഋഷീശ്വരന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ ചെയ്യുന്നതാണ്. ഇതൊരു രഹസ്യവിദ്യയാണ്. ഇത് നിങ്ങൾക്ക് ഏത് ആപത്തിലും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ധനം വരും. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സ്വയം അതിൻ്റെ അനുഭവം മനസ്സിലാക്കിയാൽ മതി. ഞാൻ കൂടുതൽ പറയുന്നില്ല. ആദ്യം നിങ്ങളിപ്പം രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ഒരു കസേരയിലോ അല്ലെങ്കിൽ ഒരു പുൽപ്പായിലോ താഴെയോ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഒന്ന് കൈയും കാലും മുഖവും നനച്ച ശേഷം
നിങ്ങളൊരു കസേരയിലോ പുൽപ്പായിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുക. കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സ് കൊണ്ട് ശ്രദ്ധിച്ച് കണ്ണടച്ച്, ഹൃദയത്തിൽ ശ്രദ്ധിച്ച് കണ്ണടച്ചുകൊണ്ട് ശിവായ നമഃ എന്ന് ജപിക്കുക. വേറൊരു ചിന്തയില്ലാതെ ഇത് നിങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ജപിക്കുക. ഇത് ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച്, അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ശിവായ നമഃ എന്ന് ജപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങളുടെ മുന്നിൽ ചുറ്റും ആളുകൾ ഉള്ളതായിട്ട് സങ്കല്പിക്കുക. ആ ചുറ്റും ആളുകൾ ഉള്ളവരുടെ എല്ലാ ഹൃദയങ്ങളിൽ ആ ഒരു ചെറിയ പ്രകാശം, ആ പ്രകാശത്തെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഓരോ മനുഷ്യരുടെ, നിങ്ങളുടെ ചുറ്റും ആളുകൾ നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ച് അവരുടെ എല്ലാ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു വെള്ളപ്രകാശം ധ്യാനിച്ച്, അത് ശിവനാണ് സങ്കല്പിച്ച് ശിവായ നമഃ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് സങ്കല്പിച്ച് ജപിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ആ വെള്ളപ്രകാശം ധ്യാനിച്ച് അത് ശിവനാണെന്ന് ഉറപ്പിച്ച് നിങ്ങൾ ശിവായ നമഃ ജപിക്കുക. ഈ ഒരു വിദ്യ ദിവസവും രാവിലെ സന്ധ്യയ്ക്കും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഹൃദയത്തിൽ അത് കണ്ണു തുറന്നുകൊണ്ട് ചെയ്യാം. വെള്ളപ്രകാശത്തെ ധ്യാനിച്ച് ശിവായ നമഃ പറഞ്ഞിട്ട് അവരുടെ ഉള്ളിലും അങ്ങനെ ഒരു വെള്ളപ്രകാശം സങ്കല്പിച്ച് ശിവായ നമഃ നിങ്ങൾ പറയുക. ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെയും നോക്കിയും ചെയ്യാം, നോക്കാതെയും ചെയ്യാം, സങ്കല്പിച്ചും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് രാവിലെ ചെയ്യുക, വൈകിട്ട് ചെയ്യുക. രാവിലെ കുളി കഴിഞ്ഞ ഉടൻ ചെയ്യാം, വൈകിട്ട് കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്നതിനും വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഫലമുണ്ടാകും. അതുപോലെ രാവിലെയും ചെയ്യണം, 2 നേരവും ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും വശമായി തീരും. നിങ്ങളുടെ മുന്നിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ഇനി നിങ്ങളുടെ മുന്നിലുള്ള എന്തൊരു വസ്തുക്കളെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശം സങ്കല്പിച്ച് അത് ശിവനാണെന്ന് ഉറപ്പിച്ച് ശിവായ നമഃ ജപിച്ചിട്ട് ഒരു വസ്തുവാണെങ്കിൽ പോലും അതിനുള്ളിലും ആ പ്രകാശം സങ്കല്പിച്ച് ശിവായ നമഃ ജപിച്ചാലും എല്ലാം നിങ്ങൾക്ക് വശമായിട്ട് നിൽക്കും. ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു ജീവി ആയിക്കോട്ടെ, ഒരു വസ്തുവായിക്കോട്ടെ, ഏതും നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു അനുകൂലമായിട്ട് ഇത് 1 തവണ 2 തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് കഴിയുമ്പം ഇത് കൂടുതലും മനുഷ്യരുടെ ഉള്ളിൽ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അല്ലാതെ ജീവികളുടെ ഉള്ളിലോ വസ്തുക്കളുടെ ഉള്ളിലോ സങ്കല്പിക്കേണ്ട കേട്ടോ. മനുഷ്യനെ ചിന്തിച്ച് ചെയ്താൽ മാത്രം മതി. അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ശിവനെ അറിയുന്നു പ്രകാശ രൂപത്തിൽ. ആ ശിവനെ തന്നെ നിങ്ങൾ കാണുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിലും നിങ്ങൾ സങ്കല്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരബോധം അത് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുമായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പം ഇതൊരു പ്രകാശമാണെന്ന് വിചാരിക്കുക. ഒരു ദീപനാളമാണ്, അല്ലെങ്കിൽ പ്രകാശമാണെന്ന് വിചാരിക്കുക. ഈ പ്രകാശം നിങ്ങളാണെന്ന്, നിങ്ങളുടെ ഉള്ളിലെ ആ ശിവബോധമാണെന്ന് വിചാരിക്കുക. ഇനി നിങ്ങളുടെ ചുറ്റിലും ഉള്ള ആളുകളിലെല്ലാം ഇങ്ങനെ ഒരു പ്രകാശം സങ്കല്പിച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇങ്ങനെ ഒരു പ്രകാശം സങ്കല്പിച്ച് കഴിഞ്ഞാൽ, ചുറ്റിലുള്ള ആളുകളുടെ ഉള്ളിൽ പ്രകാശം സങ്കല്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ആ ശിവബോധം ഈ വ്യക്തികളുടെ ഉള്ളിലുള്ള എല്ലാ ശിവബോധമായിട്ട് കണക്റ്റ് ആകും. മാത്രമല്ല ഇവിടെ ഒരു ഊർജം, ഒരു വലിയ അളവിലുള്ള ഒരു ഊർജത്തിൻ്റെ ഒരു പ്രവാഹം, അല്ലെങ്കിൽ ഒരു കടൽ പോലെയുള്ള ഒരു ഊർജം, ആ ഒരു ബോധം സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ അതിൻ്റെ ഉള്ളിലാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് നിങ്ങൾ ആ ശിവബോധത്തിനുള്ളിൽ അപ്പോഴാകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ശിവബോധം ധ്യാനിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലും ഉള്ള ആളുകളിലൊക്കെ ആ ശിവബോധം സങ്കല്പിക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ആ ശിവബോധത്തിനുള്ളിലാകുന്നത്. അങ്ങനെ ശിവബോധത്തിനുള്ളിലായാൽ നിങ്ങൾക്ക് തനിയെ മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി വരും, ഞാൻ ഈശ്വരാംശമാണ്, അയ്യോ അതുപോലെ തന്നെ അവരും ഈശ്വരാംശമാണ്, അവരെയും അതുപോലെ ബഹുമാനിക്കണം എന്നൊരു ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരും. അപ്പോഴാണ് നിങ്ങൾ ശിവനെ അറിയുന്നത്. ഇത് യോഗിമാർ ചെയ്യുന്നതാണ്. അവർക്ക് അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ അവരെ പോലെ തന്നെയാണ് വന്ദിക്കുന്നത്. കാരണം എൻ്റെ ഉള്ളിലുള്ള ഈശ്വരബോധം തന്നെയാണ് അവരുടെ ഉള്ളിലെ ഈശ്വരബോധമെന്ന് ഈ വിദ്യ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ബോധ്യമാണ്. അങ്ങനെ
നിന്റെ ഉള്ളിലും നിന്റെ ചുറ്റിലും ആ ഈശ്വരനെ ദർശിക്കുമ്പോഴാണ് നീ ആ ഈശ്വരബോധത്തിനുള്ളിലാകുന്നത്. ആ ഈശ്വരബോധത്തിനുള്ളിലാകുമ്പോഴാണ് ഞാനെന്നുള്ള ഭാവം പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നത്. ഏറ്റവും രഹസ്യമായ വിദ്യ പറഞ്ഞിരുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകും. നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ പതിയെ പതിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ വലിയ ശിവബോധത്തിനുള്ളിലാകും. ഏറ്റവും സൂക്ഷ്മമായ വിദ്യ ഞാൻ പറഞ്ഞിരുന്നത്. ഇതാരും പറഞ്ഞു തരത്തില്ല, ആരും ഇതുപോലെ. ഒന്നാമത്തെ കാര്യം, ഇതൊന്നും അങ്ങനെ ആർക്കും കിട്ടുന്ന കാര്യമല്ല. ഇത് നമ്മൾ ഓരോ ശാസ്ത്രത്തിലും ആ ശിവനെ ധ്യാനിച്ച് ശിവവിദ്യ ചെയ്ത് ഭഗവാന്റെ ആ കൃപ കൊണ്ട് കിട്ടിയ അനശ്വരമായ ആ സത്യശിവവിദ്യകളാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതൊരിക്കലും ഇതുപോലെ ഒരാളിനെ ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, പറഞ്ഞു തന്നിട്ടുമില്ല, പറഞ്ഞു തരത്തുമില്ല ഈ ഇത്തരം രഹസ്യങ്ങൾ. ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭഗവാന് പരമേശ്വരന് നന്ദി പറയുക. ഞാനൊരു നിമിത്തം അല്ലെ ഒരു കാരണം, ഒരു വഴികാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് എനിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാൻ ശിവനിലെ നിന്നും ഭഗവാനിൽ നിന്ന് തുടങ്ങി ഭഗവാനിലേക്ക് അവസാനിക്കുന്ന ഒരു യാത്ര മാത്രമാണ് എൻ്റേത്. ഭഗവാൻ എന്താ ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങൾ നമ്മൾ പറയുന്നു എന്നല്ലാതെ ഞാൻ ആരുമല്ല. ഭഗവാനോട് നന്ദി പറയുക. കാരണം ഈ വിദ്യ അങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ വിദ്യയിലൂടെ നിങ്ങൾ നേടുന്നത് എന്നാണെന്നറിയാം, പൂർണ്ണതയാണ് നേടുന്നത്. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ ഒന്നിൻ്റെ പുറകെ പോകത്തില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ തൃപ്തി ഉണ്ടായി വരും. നിങ്ങളുടെ ഉള്ളിൽ ശിവനെ അറിയും. പിന്നെന്തോ നിങ്ങൾക്ക് വേണ്ട? പിന്നെ നിങ്ങൾക്കൊന്നും വേണ്ട. അവിടെ ആ വിദ്യ കൊടുക്കുന്നു, ഇവിടെ ഈ വിദ്യ കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു, അവിടെ അനുഗ്രഹിക്കുന്നു, നിങ്ങൾ ഇവിടെ അനുഗ്രഹിക്കുന്നു, അവിടെ പരിപാടി നടത്തുന്നു, ഒരിടത്തും പോകത്തില്ല. ഇരിക്കുന്നിടത്തിരുന്നാൽ ശിവനെ ലയിച്ചിരിക്കും. ഞാൻ പറഞ്ഞ് ചെയ്യുന്നവരെല്ലാം ആ ഇരിക്കുന്നിടത്തിരുന്നാൽ ശിവനെ ലയിച്ചാണ് ഇരിക്കുന്നത്. അവർക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം അവർ തൃപ്തി അനുഭവിക്കുന്നുണ്ട്, സ്വയം അവർ അനുഭവിക്കുന്നുണ്ട്. അതിനപ്പുറത്തൊരു കാര്യമില്ല. നമ്മൾക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നിൻ്റെയും പുറകെ അലിഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഒന്നിൻ്റെ പുറകെ പോകത്തില്ല. അല്ലെ അവിടെ അത് പഠിപ്പിക്കുന്നു, ഇവിടെ ഇത് പഠിപ്പിക്കുന്നു, അങ്ങനെ കോഴ്സുണ്ട്, ഇത് കോഴ്സുണ്ട്. ഭഗവാനെ കുറിച്ചുള്ള സത്യമായ വിദ്യ ഞാൻ പറഞ്ഞു തന്നെ, ഇതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം, ആർക്കും ചെയ്യാം. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭഗവാനെ അറിയാം, ഭഗവാനെ അനുഭവിക്കാം. ഇവിടെ നിങ്ങൾക്ക് ആരുടെയും പുറകെ നടക്കേണ്ട കാര്യമില്ല. സ്വയം ഭഗവാനെ അറിയാനുള്ളൊരു വിദ്യയാണ്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്രപഞ്ചബോധമായി തീരുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആ ആളുകളുടെ എല്ലാം ബോധമായിട്ട് നിങ്ങളുടെ ബോധം കണക്റ്റായി ഒരു മൾട്ടി കോൺഷ്യസ്നെസ്, ആ പ്രാപഞ്ചിക ബോധവുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിച്ച് നിങ്ങൾ പ്രപഞ്ചബോധമായി തീരുകയാണ്. അവിടെയാണ് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് സമൂലമായ തൃപ്തി ഉണ്ടാകുന്നത്, പൂർണ്ണത ഉണ്ടാകുന്നത്. നമ്മളിപ്പം പലയിടത്തും ഒരിടത്ത് പോയി ഒരു വിദ്യ പഠിച്ചു, അടുത്ത ഒരു പരസ്യം കണ്ടാലേ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ആ വിദ്യയുടെ പുറകെ പോയി, അല്ലെങ്കിൽ ഈ വിദ്യയുടെ പുറകെ പോയി. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടിയാൽ പിന്നെ വേറെ ഒന്നിൻ്റെയും പുറകെ പോകത്തില്ല. എൻ്റെ മുന്നിൽ വന്ന് എത്ര വിദ്യകൾ ആരും ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അനങ്ങത്തില്ല. കാരണം ഞാൻ ശിവനിൽ ആ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതിനപ്പുറത്ത് എനിക്ക് അത് തൃപ്തിയുണ്ട്. എനിക്ക് അത് ഞാൻ ലയിച്ചിരിക്കുന്ന, അത് അടങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആ ബോധത്തിൽ ലയിച്ചിരിക്കുന്നതാണ്. എനിക്കിതിനപ്പുറത്ത് എനിക്ക് ആ കിട്ടേണ്ടത് നമ്മൾ ആ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ പൂർണ്ണത ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെന്തിന് എനിക്കെന്തോ വേണ്ട? വേറെ ഏത് വിദ്യയാണ് വേണ്ടത്? പിന്നെ ഒന്നിൻ്റെ പുറകെ പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ സത്യസന്ധമായ സനാതനമായ വിദ്യയാണ് പറഞ്ഞു തന്നത്. ഇതാർക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങളൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു സമാധാനമായിരിക്കും, അപാരമായ വശ്യമായിരിക്കും. നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ പ്രപഞ്ചത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തുകളെല്ലാം നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിന് വേറൊരു രഹസ്യം കൂടെ പറയാം. നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആഗ്രഹിക്കണം എന്നാലേ കിട്ടത്തുള്ളൂ. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണം, എനിക്കത് വേണം, എനിക്കിത് വേണം, വളരെ ഗ്രീഡിയായിട്ട് ഭയങ്കരമായിട്ട് എന്നാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളൊന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ ഈ വിദ്യ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് എത്തും. നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ആ ഒരു ഉള്ളിലുള്ള ഈശ്വരബോധത്തിൽ, ആ ചുറ്റുമുള്ള ഈശ്വരബോധത്തിൽ ലയിക്കുമ്പോഴാണ് പ്രാപഞ്ചിക ബോധവുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നത്. അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്കെല്ലാം വന്നുകൊണ്ടിരിക്കും. ചിലപ്പം ധനമായിക്കോട്ടെ എല്ലാം ഇങ്ങോട്ട് വരും. പക്ഷെ അതിനൊന്നും പുറകെ പോകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. അത്യാർത്ഥിയുടെ പുറകെ പോകരുത്. അതുകൊണ്ട് സന്തോഷവാനാകുക. ഈ വിദ്യ നിരന്തരം ചെയ്തുകൊള്ളുക. അപ്പോൾ ഇത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമേശ്വര ഭഗവാനെ അവിടുത്തേക്ക് നന്ദിയും പറയുന്നു. ഇതെല്ലാം അവിടുത്തെ മഹത്വമാണ്, അവിടുത്തെ അനുഗ്രഹമാണ്.
ഇനി ഞാൻ പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശിവൻ്റെ ഓവ് ആ പ്രദക്ഷിണം വെച്ച് ഓവിൻ്റെ അവിടെ വരുമല്ലോ, അവിടെ വന്നു കഴിഞ്ഞ് ആ ശിവക്ഷേത്രത്തിൻ്റെ താഴികക്കുടത്തെ നോക്കി ഇതിൻ്റെ കൈകൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് അടിക്കുക 3 തവണ. എന്നിട്ട് ആ താഴികക്കുടത്തെ നോക്കി നിങ്ങൾ ഭഗവാനോട് ഒരു ആഗ്രഹം പറയുക. ഒരു കാര്യം പറയാവുള്ളൂ, നിങ്ങൾക്ക് സത്യസന്ധമായിരിക്കണം, ന്യായമായിരിക്കണം, നിങ്ങൾക്ക് കിട്ടേണ്ടതായിരിക്കണം. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതൊന്ന് ചെയ്ത് നോക്കി, ഭഗവാൻ ഏത് കാര്യം സാധിച്ചു വരും. ഇനി നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലേ, ഭഗവാനോട് പറയാം ഭർത്താവിനെ ഒന്ന് നേരെയാക്കണം, ഭഗവാൻ റെഡിയാക്കി തരും, ഒരു കുഴപ്പമില്ല, നല്ലതാക്കി തരും, നല്ല ബുദ്ധി തോന്നിക്കണേ, അങ്ങനെ പറയുക, അങ്ങനെ ആക്കി തരും. ഏത് കാര്യം സാധിച്ചു, പക്ഷേ വിശ്വാസം വേണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ചിന്തിച്ചാൽ പോയി, ചെയ്ത് നോക്കുക, നല്ല കാര്യമാണ്. അപ്പം ഇത് വളരെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് ചിങ്ങം എന്നായതുകൊണ്ട് ഞാൻ നമ്മുടെ അടുത്ത ഒരു ധന്വന്തരമൂർത്തിയുടെ അമ്പലമുണ്ട്, അവിടെ പോയി ഞാൻ ഭഗവാനെ തൊഴുതുകൊണ്ട് ഇരിക്കുമ്പം തൊഴുത് കഴിഞ്ഞപ്പം എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വീട്ടിലൊരാളുണ്ട്. അപ്പം അവരുടെ ഒരു കാര്യം എന്നോട് ചോദിച്ചു. അപ്പോൾ അവരുടെ ഏതാണ്ട് കാര്യം ചോദിച്ച സമയത്ത് എന്നോട് ചോദിച്ചു, നാള് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ നാളെ അവിട്ടമാണ്. അപ്പം ഈ വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഒരു 6 to 9 മാസത്തേക്ക്, ഒരു 9 മാസത്തേക്ക്, പ്രത്യേകിച്ച് 2025 മാർച്ച് വരെ അല്ലെങ്കിൽ 2025 ജനുവരി വരെ എങ്കിലും ഇപ്പം തൊട്ട് ഒരു 6-9 മാസത്തേക്കെങ്കിലും ശ്രദ്ധിക്കണം, തെന്നി വീഴാതെ വീഴ്ചകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർക്കത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അവർ പറഞ്ഞു ഞാനോ വീഴത്തൊന്നുമില്ല എന്നുള്ള ഒരു കാര്യമായിട്ട് എടുത്തില്ല. അപ്പോഴത്തേനും ഇദ്ദേഹം അവരെ ഇന്ന് വീണു. അപ്പോൾ അദ്ദേഹം എന്നോട് അവർക്ക് അത് വിശ്വാസമായി എന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പം വേറെ കുറേ ആളുകൾ ഇതറിഞ്ഞു. അപ്പോൾ അവരെന്നോട് വന്നേച്ചു പറഞ്ഞു, കുറച്ച് ഇതുപോലെ പറഞ്ഞു തരാമോ, ശ്രദ്ധിക്കേണ്ടപ്പെട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ പിടിച്ചോ, ഞാൻ പറഞ്ഞു കൊടുത്തത്. കാരണം അവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ ആ വീണ അവരോട് അവർക്ക് വേറൊരാളോടാണ് പറഞ്ഞ്, അവരോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രായമായവരൊക്കെ വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങളോ അല്ലെ ഒന്ന് പിന്നെ ഒരു ശരിയാകണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നടന്ന് തന്നെ വീട്ടിൽ ഇരുന്ന് ഓരോന്ന് ചെയ്താൽ പോലും പ്രശ്നങ്ങളാണ്. പിന്നെ വീട്ടിൽ കിടപ്പായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ സ്വഭാവങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പ്രായമായ അമ്മമാരോടും അല്ലെങ്കിൽ പ്രായമുള്ളവരോടും ശ്രദ്ധിക്കേണ്ട സമയം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഇതിപ്പോൾ ഞാൻ അവരോട് നേരിട്ടല്ല പറഞ്ഞത്, എന്നോട് ചോദിച്ച ഒരാളോട് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് അറിഞ്ഞ് കുറേ ആളുകൾ എന്നോട് വന്നിട്ട് ചോദിച്ചു. അപ്പോൾ ക്ഷേത്രത്തിൽ ഞാൻ തൊഴാൻ പോയപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ചില നാളുകൾ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഗുണമുണ്ടാകും. നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അതിനു വേണ്ടിയാണ്. മകം നിങ്ങൾക്കും ഗുണം ചെയ്യും. മകം, പൂരം, തൃക്കേട്ട, അനിഴം, മകയിരം, പുണർദം, ആയില്യം, അവിട്ടം, ഈ നാളുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് അർത്ഥമില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ മകം പൂരമൊക്കെ ഇതെല്ലാം ഈ നാളുകാരെല്ലാം വീഴ്ചകൾ ഉണ്ടാകാതെ, തെന്നി വീഴാതെ, അപകടങ്ങൾ വീഴ്ചകളെ ഒക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മകം പൂരം നാളുകാർ അവരുടെ ജോലി സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കണം. ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ എവരി ഡേ അത് രാവിലെ ഒന്ന് ചെക്ക് ചെയ്യണം. ബ്രേക്ക് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, പെർഫെക്റ്റ് കണ്ടീഷനിങ് ആണോ എന്ന് നോക്കണം. ഒന്ന് പിന്നെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ ഇങ്ങനെ ഉണ്ടാകുമെന്നോ ഒന്നും അല്ല പറയുന്നത്. ചിലർക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്ന ഗുണം ചെയ്യും, ഒരാപത്തും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ഈ സമയങ്ങളിലൊക്കെ, ദോഷ സമയങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ അങ്ങ് പോകും. കാരണം നമ്മുടെ ജീവിതത്തിൽ പല അനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ശ്രദ്ധ പോകുന്നതുകൊണ്ടാണ് ഈ ചില വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം. മറ്റു ചില നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വരുന്ന ആപത്തുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ വീഴ്ചയും കാര്യങ്ങളും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ് ദോഷ സമയങ്ങളിൽ. അപ്പം മകം പൂരം ഒക്കെ സാമ്പത്തിക കാര്യം ശ്രദ്ധിക്കണം, തൊഴിൽക്കാര്യം ശ്രദ്ധിക്കണം, തൊഴിൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ചിലർക്ക് അന്യദേശവാസം ഉണ്ടാകാം, ചിലർക്ക് വിവാഹങ്ങളൊക്കെ നടക്കാത്തവർക്ക് നടക്കാം.
അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കാം. വീട് മെയിൻ്റെനൻസ്, വീട് പണി ഇതൊക്കെ നടക്കാം. വീട് മാറ്റം ഇതൊക്കെ നടക്കാം കേട്ടോ. പിന്നെ തൃക്കേട്ടയും അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. തൃക്കേട്ട, അനിഴം അവരും വീട്ടിൽ പ്രശ്നം, കലഹങ്ങളെ, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ, വീഴ്ച, ഒടുവ്, ചതവ്, ഉളുക്ക്, ആശുപത്രി കയറേണ്ട സാഹചര്യങ്ങൾ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മൊബൈൽ ആണെങ്കിലും കൊള്ളാം, ഫ്രിഡ്ജ് ആണെങ്കിലും ടി വി ആണെങ്കിലും കൊള്ളാം, ഇതൊക്കെ പെട്ടെന്ന് പണി മുടക്കുക. അത് മകയിരം, പൂരം, തൃക്കേട്ട, അനിഴം ഈ നാളുകാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മകയിരം ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ വീഴ്ചകൾ ഈ നാൾ പറഞ്ഞ മുഴുവൻ നാളുകാരും ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ചകൾ, കുളിമുറിയൊക്കെ തന്നെ വീഴുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മകയിരം നാളുകാർക്ക് അവർ കേസ്, വഴക്ക്, പണ്ടെന്തെങ്കിലും കാര്യം ചെയ്താൽ ഇപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ ആ കേസൊക്കെ പൊങ്ങി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ, ആശുപത്രി കയറേണ്ട സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം. എല്ലാം മൊത്തത്തിൽ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഴ്ചകൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ആശുപത്രി കയറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. പുണർദം നാളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വാഹനങ്ങളൊക്കെ ഉണ്ട്, അവരും ഇതെല്ലാം മൊത്തത്തിൽ ഇത്തരം നാളുകളെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പുണർദം പുണർദം വളരെ ശ്രദ്ധിക്കണം. പുണർദം ആയില്ല വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ വീട് മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുക. വീട് മാറിയാലും ഒക്കെ സാമ്പത്തികമായ അധിക ചെലവുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടാകാം. ആശുപത്രി പ്രശ്നങ്ങൾ ഉണ്ടാകാം. മനസ്സിനെ ക്ലേശപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. മാനസികമായ ടെൻഷൻ കൂടുക. അപ്പോൾ ഇതൊക്കെ തെന്നി വീഴുക, വീഴ്ചകൾ ഉണ്ടാകുക ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ അവിട്ടത്തിൻ്റെ പറഞ്ഞല്ലോ, അവിട്ടം ഇതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം, വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വീട് സംബന്ധമായ മെയിൻ്റെനൻസ് ആവുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. മകം, പൂരം, തൃക്കേട്ടം, അനിഴം, മകയിരം, അവിട്ടം ഈ നാളുകാർക്കൊക്കെ ഒരു വീട് സംബന്ധമായിട്ട് മാറ്റങ്ങളോ മെയിൻ്റെനൻസുകളോ വർക്കുകളോ ഒക്കെ നടക്കാം ഈ സമയത്ത് കേട്ടോ. പുണർന്നുമായിക്കോട്ടെ, വീട് മാറ്റം നടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ പറഞ്ഞ നാളുകാർക്ക് വീട് മാറ്റമൊക്കെ നടക്കാം, അല്ലെങ്കിൽ വീട് മെയിൻ്റെനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. അതുപോലെ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാം, വാഹനങ്ങൾ വാങ്ങാം, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളും നടക്കാം സമയം തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചോദ്യ നക്ഷത്രക്കാർ, പ്രത്യേകിച്ച് ഈ മനോദുഃഖം, അതുപോലെ സന്താന വിഷയങ്ങൾ കൊണ്ട് മനോദുഃഖം, ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി കയറേണ്ട സാഹചര്യം, ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പട്ടി, പൂച്ച ഇതിനോടൊക്കെ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ദോഷ സമയമുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കണം. കാരണം ഈ ജീവിതത്തിൽ ഒന്നൊരു സാമ്പത്തിക പ്രശ്നം വരും, അല്ലെങ്കിൽ ഒരു തൊഴിൽ പ്രശ്നം വരും. ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ ഈ ചോദ്യം ഉൾപ്പെടെയുള്ള ഈ മൊത്തം മകം, പൂരം, തൃക്കേട്ട, അനിഴം, മകയിരം, പുണത്, അവിട്ടം, ചോദ്യം മൊത്തം പറയാൻ അവർക്കൊക്കെ ചില ഈ ദോഷ സമയങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയങ്ങളായതുകൊണ്ട് ഇപ്പം ചോദ്യമാണെങ്കിൽ അധിക ചെലവ്, അതുപോലെ മനസ്സിന് ക്ലേശം ഇവർക്കൊക്കെ. പിന്നെ മറ്റു നാളുകാർക്കൊക്കെ ആണെങ്കിൽ തൊഴിൽ പ്രശ്നം, സ്ഥാനഭ്രംശം, തൊഴിൽപരമായി സ്ഥാനമാറ്റം, അലച്ചിലുകൾ. ഇപ്പോൾ ഒരു തൊഴിൽ മാറ്റം കിട്ടിയാൽ തന്നെ ഇവർക്ക് വളരെ ദൂരെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു തൊഴിൽ നഷ്ടപ്പെട്ട പുതിയ തൊഴിൽ കിട്ടാൻ ചിലപ്പോൾ സമയമെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ നാളുകാരൊക്കെ ഈ സമയങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പട്ടി, പൂച്ച ഇതുപോലുള്ള മൃഗങ്ങളെ പിന്നെ ഈ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ലതാണ്. കാരണം ഇവരുടെ മനസ്സ് ചിലപ്പം പല പ്രശ്നങ്ങളിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പട്ടി, പൂച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മൾ അറിയാതെ ചവിട്ടാം. റോഡിൽ കൂടെ നടന്നു വരുമ്പം ശ്രദ്ധിക്കണം എഴുത്തുക്കളൊക്കെ ഉണ്ടോയെന്ന്. അപ്പം ഇങ്ങനെ ഈ മനസ്സ് വേറെ ആയതുകൊണ്ട് മുട്ട വീഴ്ചയൊക്കെ ഉണ്ടാകാം. മനസ്സിലായോ? അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. ഇനിയും ഈ കുളിമുറിയിലൊക്കെ തെന്നി വീഴാൻ ശ്രദ്ധിക്കണം. കാരണം പല പ്രതിസന്ധികൾ ഉണ്ടായി കഴിയുമ്പോൾ മനസ്സ് അതിലായിരിക്കും. അതുകൊണ്ടായിരിക്കും കുളിമുറി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് തെന്നി വീഴുന്നത്. മനസ്സ് കാരണം എന്തുകൊണ്ടാണ് മനസ്സ് വേറെ ആകുന്നത്? കാരണം ആ ദോഷ സമയത്ത് പല ദോഷാനുഭവങ്ങളും ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ഇനി ഈ സമയങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകണമെന്നോ അങ്ങനെ നിർബന്ധമില്ല. ചിലർക്കെങ്കിലും അനുഭവത്തിൽ വരാം. ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഇപ്പോൾ പ്രായമുള്ളവരൊക്കെ ഒരു കുളിമുറിയിലൊക്കെ വീണു, ഒരു തുടയിൽ എല്ലൊടിഞ്ഞെന്ന് വിചാരിച്ചു, അത് കൊച്ചു പിള്ളേരെ പോലെ അതൊന്നും ജോയിൻ ആകത്തില്ല. പക്ഷേ അവർക്ക് പിന്നെ ജീവിതം മുഴുവൻ കിടക്കേണ്ട ചിലവ് വരും, നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പം വീട്ടിലുള്ളവർ ആരോഗ്യത്തോടെ നടന്നിട്ട് പോലും നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ കിടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഒരു അമ്മയെ ഞാൻ കൈകൊണ്ട് പിടിച്ച് താഴെ ഇറക്കുകയായിരുന്നു. കാരണം ഒരു വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അത് പിന്നെ നാളും നക്ഷത്രവും ഒന്നും പറഞ്ഞതല്ല, ഒരു അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വളരെ ഗുണം ചെയ്യും. ഇനി ഇതിനൊക്കെ ചെയ്യേണ്ട ഒരു പരിഹാരമുണ്ട്, അത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ജോലി നഷ്ടപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞ്
അവർക്ക് ജോലി ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്തു. ഇപ്പോൾ ജോലി കിട്ടിയതായിട്ടൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത മെസ്സേജ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ വീഡിയോയിൽ ആ ഒരു ശനിമാറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേ ശിവന് ശനിയാഴ്ച രാവിലെ ജലധാര, മൃത്യുഞ്ജയ അർച്ചന, കൂവളത്തിലെ അർച്ചന, വൈകിട്ട് മൃത്യുഞ്ജയ അർച്ചന, ഒരു നെയ്വിളക്ക്, ഇത്രയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ശനിയാഴ്ച ആവർത്തിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. കറക്റ്റായിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തവർക്ക് ജോലി കഷ്ടപ്പെട്ടവർക്ക് ഉടൻ തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും ബാധിക്കത്തില്ല. അതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. ഞാൻ പിന്നെ ഇന്ന് ചിങ്ങം 1-ാം തീയതി വേറൊരാളെ അമ്പലത്തിൽ നിന്ന് വന്നപ്പം കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോൻ ഗൾഫിന് പോയി 4 മാസമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ പുള്ളിയോട് പറഞ്ഞതാണ്, ഈ ചെറുക്കൻ വളരെ ഉഴപ്പും പ്രശ്നവും കേസും വഴക്കും ഒക്കെ ആയിട്ടാണെന്നൊരു പയ്യനാണ്, ഒരു 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 പ്രശ്നക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൻ ഗൾഫിന് പോകും, വിദേശത്ത് പോകും, ഇവൻ രക്ഷപ്പെടും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അധികം താമസിയാതെ പോകുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇടയ്ക്കനെ അപ്പോഴത്തെ വെച്ച് കണ്ടപ്പം ഗൾഫിന് പോയി എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നുപോയതാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഇന്ന് കണ്ടപ്പം പറഞ്ഞ് പോയി 4 മാസമായി. വളരെ സന്തോഷം. ഞാൻ പോകുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു സർപ്പക്കാവുണ്ട്. ആ സർപ്പത്തിന് വളരെ ശക്തിയുള്ള. അപ്പോൾ അവിടത്തേക്ക് ഞാൻ ചില വഴിപാട് പറഞ്ഞായിരുന്നു. പിന്നെ ശിവന് ചില വഴിപാട് പറഞ്ഞു കൊടുത്തായിരുന്നു. ഭദ്രകാളിക്ക് ചില വഴിപാട് പറഞ്ഞു കൊടുത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ പോകേണ്ട ഒരു സമയം കൂടായിരുന്നു. അവനൊരു സ്ഥാനഭ്രംശം, ഒരു മാറ്റം, ചേഞ്ച് ഉണ്ടാകാവുന്ന ഒരു സമയം കൊണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സംശയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ആ പയ്യൻ പോവും, അവരുടെ ഉഴപ്പെല്ലാം മാറും. പോയി 4 മാസമായി. ഇപ്പം ഗൾഫിലാണ്. അപ്പോൾ ഒരു വലിയ സന്തോഷമല്ലേ ആ രക്ഷപ്പെട്ടെന്ന് കേൾക്കുന്നത്. അവർ വഴിപാടും പറഞ്ഞു കൊടുത്ത് അവരെ വഴിപാട് ചെയ്യുകയും ചെയ്തു. അവരെ വഴിപാട് ചെയ്തുകൊണ്ടുകൂടിയാണ് കേട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടുകൂടി മാത്രമല്ല, അവരതെല്ലാം ചെയ്തു. പ്രാർത്ഥനയോടെ, വളരെ വിശ്വാസത്തോടെ, ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ചെയ്തു. അത് കൂടെ ഒരു ഫലമാണ്. അപ്പോൾ എല്ലാം അതൊക്കെ ആളുകൾക്ക് ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമില്ലേ. ഇതൊക്കെയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതായത് എനിക്ക് മാത്രം ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന നടക്കുന്നതല്ലല്ലോ. എല്ലാവർക്കും ഒരു മാറ്റങ്ങൾ, ഉയർച്ചകളെ. പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അമ്പലത്തിലൊക്കെ ഉണ്ടായിരുന്നു. വേറൊരാളെ, ഒരു സ്ത്രീയെ കണ്ടു. അവർ നേരത്തെ നോക്കിയിട്ടുള്ള, അവർ പറഞ്ഞ ഭർത്താവ് മാറ്റമുണ്ട്, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പിന്നെയും മദ്യപാനമൊക്കെ നല്ലതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവർക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കൊടുക്കാത്ത കാര്യമായിരുന്നു. വെള്ളിയാഴ്ച ഭർത്താവിൻ്റെ പേരിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ ജലധാര, ഭർത്താവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ അർച്ചന, നിങ്ങളുടെ 2 പേരുടെ പേരും നാളെ ഒരു ഐക്യമത്യാർച്ചനയ്ക്ക് രസീത് എടുത്ത് അത് 2 പേരുടെ പേരും നാളും കൂടെ എഴുതി ചെയ്യുക. വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേര് മൃത്യുഞ്ജയ അർച്ചന, 2 പേരുടെ പേര് ഐക്യമത്യാർച്ചന, ഒരു രസീത് എടുത്ത് ചെയ്യാം. ഇത് വെള്ളിയാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ ആവർത്തിക്കുക. ഒരു കുഴപ്പമില്ല. ചെയ്തവരുടെ എല്ലാം ജീവിതം ഏറ്റവും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട്, മദ്യപാനവും അത് പറഞ്ഞപ്പോഴാലോചിച്ചു, മദ്യപാനമൊക്കെ മാറി പോയി നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്. വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു, അവരുടെ ഭർത്താവിൻ്റെ മദ്യപാനം ശരിക്കും മാറി, കുടി നിർത്തി, ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്ത് വലിയ സന്തോഷമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു. വളരെ സന്തോഷം, പരമേശ്വരന് നന്ദി പറയുന്നു. അതൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ ശരിയായിട്ട് ശരിയായ കാര്യങ്ങൾ ചെയ്തവർക്കൊക്കെ എൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ലളിതമായ കാര്യമാണ്. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോം.